മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, സൗഹൃദങ്ങളെ ആഘോഷമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഒരുപാട് തരത്തിൽ, ഒരുപാട് വേദികളിൽ ഒരുപാട് സൗഹൃദങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ആ സൗഹൃദങ്ങളെ ഒരുപാട് താലോലിക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സൗഹൃദങ്ങൾക്ക് പല തലങ്ങളുണ്ട്. ഒരുപക്ഷെ അത് വെർച്വൽ ഫ്രണ്ട്ഷിപ്പുകളാവാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ലഭ്യമാകുന്നത്. അതല്ല എങ്കിൽ യഥാർത്ഥ സൗഹൃദങ്ങളും ഉണ്ടാവാം. എനിക്ക് പലപ്പോഴും പല ചെറുപ്പക്കാരും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു പുതിയ സൗഹൃദമെങ്കിലും സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ട് അങ്ങനെ ആ സൗഹൃദങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുകയും ഒരുപാട് കാര്യങ്ങൾ അവരുമായി പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നത്. എന്നാൽ ഇന്ന് സുവിശേഷത്തിൽ ഈശോ നമുക്ക് പങ്കുവെച്ച് തരുന്നത് ഒരു പുതിയ സൗഹൃദത്തെക്കുറിച്ചാണ്. ഈശോ ആ സുഹൃത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തരിക മാത്രമല്ല, ഒരു സുഹൃത്തായി നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കണമെന്നും അങ്ങനെ ആ സുഹൃത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ നമുക്കൊരുപാട് നന്മകളും സഹായങ്ങളും ലഭിക്കുമെന്നും ഈശോ നമ്മോട് പറയുകയാണ്. ആ സുഹൃത്ത് ഈശോയുടെ തന്നെ സ്വന്തമായ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സുഹൃത്തായി, സഹായകനായി, സഹയാത്രികനായി ഒക്കെ കൂടെ കൂട്ടണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുക. അങ്ങനെ ഈ പരിശുദ്ധാത്മാവായ നമ്മുടെ സുഹൃത്ത്, ഈ സുഹൃത്തിനെ നാം സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഈശോയുടെ തന്നെ ആത്മാവിനെ സ്വന്തമാക്കുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഈശോ എന്നിൽ വസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈശോയുടെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന് ഈശോ നമുക്ക് ഉറപ്പ് തരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ആ സുഹൃത്തിനെ കുറിച്ച് ഈശോ പറയുന്നത്, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ പറഞ്ഞവ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എങ്ങനെയാ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലും ആണ് എന്ന അവസ്ഥ നിങ്ങൾ സ്വന്തമാക്കുവാൻ വേണ്ടി. എന്നാൽ എന്ന് പറഞ്ഞാൽ പിതാവിൽ തന്നെ ആയിരിക്കുന്ന പുത്രനായ ഈശോ, ആ ഈശോ ആ പിതാവിൽ നിന്ന് സ്വന്തമാക്കുന്ന ആത്മാവിനെ നമ്മളിലേക്ക് പകരുന്നതിൻ്റെ ഒരു അനുഭവമാണ് നാം പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുക എന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സഹായകനാണ് എന്ന ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. നാം ഒരിക്കലും അനാഥരല്ല എന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു സഹായകൻ. അത് മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നല്ല സൗഹൃദങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളൊക്കെ നമുക്കുണ്ട്. ഒരിക്കലും വിധിക്കാതെ, ഒരിക്കലും തള്ളിപ്പറയാതെ, ഒരിക്കലും കുറ്റപ്പെടുത്താതെ ക്ഷമയോടെ കേൾക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം കേൾക്കുമ്പോഴും ഒരിക്കലും പരാതി പറയാതെ നമ്മെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരുതരം അൺകണ്ടീഷണൽ, നോൺ ജഡ്ജ്മെൻ്റൽ റിസപ്റ്റിവിറ്റി നാം ഒരു സുഹൃത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ, ഒരിക്കലും വിധിക്കാതെ, ഒരിക്കലും തള്ളിപ്പറയാതെ, ഒരിക്കലും കുറ്റപ്പെടുത്താതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്താണ് എങ്കിൽ ആ സൗഹൃദത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പേരാ പരിശുദ്ധാത്മാവ്. നാം എവിടെയായിരിക്കുമ്പോഴും, നാം എവിടെ പോയാലും, ഏത് വിഷമഘട്ടങ്ങളിലും നമ്മുടെ കൂടെയായിരിക്കുന്ന ഒരു സഹായകനായ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 30-ാമത്തെ അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരുവിനെ നീ ദർശിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. എന്നിട്ടാ പറയുന്നത്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വൈതരണികളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മെ കൈപിടിച്ച് നയിക്കുന്ന, നമുക്ക് നല്ലത് പറഞ്ഞു തരുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്ന വ്യക്തിയാണ് എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിൽ, യൂദയ മുഴുവനിൽ, സമരിയായിൽ, ഭൂമിയുടെ അതിർത്തികളോളം ഈശോയുടെ സാക്ഷികളാക്കി നമ്മെ മാറ്റുന്ന, ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നാം സ്വന്തമാക്കുന്നത് ഈശോയുടെ തന്നെ ആത്മാവിനെയാണ് എന്ന 1-ാമത്തെ വായനയിൽ സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ പഴയ നിയമത്തിലെ
ഈശോയുടെ പ്രവാചകത്വത്തിൻ്റെ മുന്നാസ്വാദനമായ മോശ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ദ പ്രോഫറ്റ്, ഈശോയിലൂടെ പൂർത്തിയാക്കപ്പെടേണ്ട പ്രവാചകത്വത്തിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് മോശ. ഈ മോശയോട് ദൈവം പറയുകയാണ്, നീ ജനത്തിൽ നിന്ന് 70 പേരെ തിരഞ്ഞെടുക്കുക, നിന്റെ ആത്മാവിനെ ഞാൻ വീതം വെച്ച് തരും. അങ്ങനെ ആ ജനം ദൈവം മോശയ്ക്ക് നൽകിയ ആത്മാവിൽ പങ്കുപറ്റുകയും എന്ന് പറഞ്ഞാൽ ഈ മോശയുടെ പൂർത്തീകരണമായ ഈശോയിലുള്ള ആത്മാവിൻ്റെ പങ്കുപറ്റലാണ് നമ്മുടെ ഓരോരുത്തരുടെയും പങ്കുപറ്റലെന്ന് പറയുന്നത്. അതിനുശേഷം നാം സാമുവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ദുരവസ്ഥയെ സാവൂളിൻ്റെ ജീവിതത്തിലൂടെ, ദുരാത്മാവിനെ പീഡിപ്പിക്കപ്പെടുന്ന സാവൂളിലൂടെ ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഗലാത്യ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ ആത്മാവിൻ്റെ ഫലവും ദുരാത്മാവിൻ്റെ ദുരന്തങ്ങളും ഒരുമിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. പരിശുദ്ധാത്മാവുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൂടെ നമ്മുടെ ആത്മീയ ജീവിതം സൗന്ദര്യമുള്ളതായി മാറും. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ നാം നഷ്ടപ്പെടുത്തുമ്പോഴോ ദുരാത്മാവിൻ്റെ എല്ലാ ദുശീലങ്ങളും, എല്ലാ തഴക്കദോഷങ്ങളും, എല്ലാ പാപമേഖലകളും നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തി കളയും. നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്രമായ സൗന്ദര്യത്തെ സ്വന്തമാക്കുവാനും അങ്ങനെ ഈശോയോട് പൂർണ്ണമായി താതാത്മ്യപ്പെട്ട് ഈശോയിൽ ജീവിക്കുന്ന ജീവിതങ്ങളാക്കി നമ്മെ മാറ്റുന്ന, അതിനുശേഷം ഈശോയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും നല്ല, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഈ പരിശുദ്ധാത്മാവെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൈപിടിച്ച് ജീവിതം മുഴുവൻ നടന്നു നീങ്ങുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഈ പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിക്കുവാൻ, അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് തരുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും സ്വീകരിച്ച് ഈ പരിശുദ്ധാത്മാവ് തരുന്ന ശക്തി സ്വന്തമാക്കി ഈശോയുടെ സാക്ഷിയായി ജീവിക്കുവാൻ, അങ്ങനെ നമ്മുടെ ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണവും മനോഹരവുമാക്കി മാറ്റുവാൻ നമുക്ക് ഈശോയുടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.